സ്നേഹമുള്ളവരെ, ആസന്നമായ ലോകസഭ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി കൂടുതൽ ചിന്തിക്കാനുള്ള അവസരം നൽകുകയാണ്. ഈ അവസരം നൽകുമ്പോൾ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് എന്ത് നിലപാടുകൾ സ്വീകരിക്കണം എന്നത് വളരെ നിർണായകമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിച്ചത് ക്രൈസ്തവർ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒന്നടങ്കം പിൻവാങ്ങി എന്നത് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും വലിയ ദോഷം സംഭവിച്ചിരിക്കുകയാണ്. ഇത് പ്രധാനമായും ചില തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത് അവൻ്റെ അവിഭാജ്യ ഭാഗവും കടമയുമാണോ? യേശുവിൻ്റെ പ്രബോധനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, എല്ലാ പ്രവൃത്തിയെയും യേശു ഒറ്റ കൽപ്പനയിൽ ഒതുക്കുകയാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ അയൽക്കാരനെ ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ആ ദൈവത്തോടുള്ള വിശ്വസ്തത രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ശരീരം അതിൻ്റെ നന്മകളോടുകൂടി സൂക്ഷിക്കുക എന്നതാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗം നമ്മുടെ സഹോദരന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. കായൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? യേശു പറയുന്നു, അതെ, നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ്റെ അവിഭാജ്യ ഭാഗമാണ് സഹോദരൻ്റെ, ഈ ലോകം മുഴുവനിലുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തുള്ള സകലമാന മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദാനധർമ്മങ്ങൾ നൽകുക എന്നാണ്. പക്ഷേ അടുത്ത കാലത്തായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ പരമോന്നത രൂപം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന്. കാരണം നിങ്ങളൊരു മനുഷ്യന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഭക്ഷണം കൊടുക്കാം. അതേസമയം തന്നെ നിങ്ങൾക്ക് ആ രാജ്യത്ത് ദരിദ്രന് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനം സൃഷ്ടിക്കാം. അങ്ങനെ സംവിധാനം സൃഷ്ടിക്കുന്ന പണിയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റേത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഫ്രത്തല്ലി തൂത്തി എന്ന ലേഖനത്തിൽ പറയുകയാണ്, സഹോദരൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. അതവൻ ചെയ്തേ തീരൂ. അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ഉപേക്ഷയാലുള്ള പാപമാണ്. പ്രിയമുള്ളവരെ, ലോകചരിത്രത്തിൽ ക്രൈസ്തവർ അങ്ങനെയുള്ള പല സംഭാവനകളും ചെയ്തിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിലേക്ക് ആളുകൾ കുടിയേറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അവിടെയുള്ള സാമൂഹിക, രാഷ്ട്രീയ, ശാസ്ത്രീയ വികസനം തന്നെയാണ്. അതിൽ രാഷ്ട്രീയ ചിന്തയിൽ നമ്മൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ദാനമാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ വേറെ ആർക്കും അവകാശമില്ല. അതിനെയാണ്, മാത്രമല്ല മതസ്വാതന്ത്ര്യം മനുഷ്യൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അതിലാർക്കും കൈകടത്താൻ പാടില്ല. അതുപോലെ അടിസ്ഥാന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമുക്ക് സ്കൂൾ തുടങ്ങാനും നമ്മുടെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, അതാണ് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ന് നമുക്ക് അത് പാലിക്കാനും അത് സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? അത് ഓരോ പൗരനുമാണ്. അത് ഓരോ വിശ്വാസിക്കും അവൻ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്യാണ്? ആ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കുന്ന അനേകം സംഭവങ്ങൾ ഭാരതത്തിലുണ്ടായിട്ടും നമ്മളിപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ 2 ദിവസം എങ്ങനെയെങ്കിലും ടൂറ് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നാട്ടുകാരുടെ അല്ല, നമ്മൾ ഓരോരുത്തരുടേതാണ്. അപ്പോൾ ഇലക്ഷനിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ നിങ്ങൾ നന്നായി പരിശോധിക്കണം, ഇന്ത്യ രാജ്യത്ത് ഏത് സ്ഥാനാർത്ഥിയാണ്, ഏത് പാർട്ടിയാണ് മതസ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സ്കൂൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയും നിലനിർത്തുന്നത് ആരാണ്? അതിന് തകിടം മറിക്കുന്നത് ആരാണ്? അത് ഞാൻ പറഞ്ഞു തരണ്ട, നിങ്ങൾ സ്വന്തം കണ്ടെത്താൻ ശ്രമിക്കണം. നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഇത് ചർച്ച ചെയ്യണം.
അങ്ങനെയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നവരിൽ മതസ്വാതന്ത്ര്യത്തെ എതിർക്കുന്നവർ അധികാരത്തിൽ വരാതിരിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അധികാരത്തിൽ വരാനും നമ്മൾ ജാഗ്രതയോടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജീവിക്കാനുള്ള അവകാശം പോലും ഒരു കാലഘട്ടം വരുമ്പോൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് വരാനിരിക്കുന്ന ഈ ഇലക്ഷന് മുന്നോടിയായി നടക്കുന്ന ഈ രാഷ്ട്രീയപരമായ ചർച്ചയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 1-2 ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിവിശേഷം പരിശോധിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ദരിദ്രരായ ക്രൈസ്തവരോട് ഉള്ള ചില നിലപാടുകളുണ്ട്. കോശി കമ്മീഷൻ, അങ്ങനത്തെ ആ കമ്മീഷനൊക്കെ നടപ്പിലാക്കാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ മലയോര കർഷകർക്കും കടൽ തീരത്തുള്ള മുക്കുവന്മാർക്കും ഉള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ്? നമ്മുടെ വൈദികർക്കെതിരെയുള്ള ഓരോ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ നിസ്സംഗത പാലിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള അവരുടെ നിലപാട് എന്താണ്? അത് കേരളത്തിലെ സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വിലയിരുത്തുക. ഇത് നിങ്ങളുടെ ഒരു ചിന്തയുടെ ഭാഗമായി തീരട്ടെ. വന്യമൃഗശല്യം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ സർക്കാർ പാറനായി നടക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ചർച്ചയിൽ വരണം. ഇനി കേന്ദ്രത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ അച്ഛന്മാർക്കും നമ്മുടെ സിസ്റ്റർമാർക്കും അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മതസ്വാതന്ത്ര്യം ആരെങ്കിലും ഹനിക്കുന്നു പറയുന്നുണ്ടോ? ആ പറയുന്ന ആൾക്കാരെയാണോ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുണ്ടോ? അത്തരം പാർട്ടികൾ അധികാരത്തിൽ വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് 2 സ്പെസിഫിക് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്നുണ്ടോ? അത്തരം ആൾക്കാരെ ഇലക്ഷനിൽ ജയിപ്പിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം പോവില്ലേ? ഇതാണ് നിങ്ങൾ ഉന്നയിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നമ്മുടെ ക്രൈസ്തവ സമുദായം ഒരു സമുദായം എന്നുള്ള നിലയിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനവും ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് അവിഹിതമായതല്ല, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ മറ്റു സമുദായങ്ങൾക്കൊപ്പം തുല്യമായി സ്വീകരിക്കുന്നതിൽ നൽകുന്നതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഈ 2 കാര്യം ചർച്ച ചെയ്യുകയും നിങ്ങൾ ഏത് പാർട്ടിക്കാരനായാലും സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഇതാരുടെയും ഔദാര്യമല്ലെന്ന് തിരിച്ചറിയുകയും സഹോദരനെ സ്നേഹിക്കുന്നതിൻ്റെ ഉന്നത രൂപം രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയാനും ഈ ചർച്ചകളെ കൊണ്ട് നിങ്ങൾ കഴിയട്ടെ. വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഒരു വോട്ട് പോലും പാഴാക്കില്ല, ഞാൻ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകും എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.